അദ്ദേഹം ഒരു പാട്ട് എന്തോ ഒരു ആവേശത്തിൽ അങ്ങനെ പാടിപ്പോയി. ഒരിക്കലും അങ്ങനെ പാടാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഒരു പാട്ടിനെ ആരും പിന്തുണക്കുന്നില്ല. അല്ലാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാവട്ടെ. ഈ അവരെ കുറ്റം പറഞ്ഞവർക്ക് ആരെ പുറത്തു കൊടുക്കുക? അങ്ങനെ വിഷയമുണ്ടല്ലോ. ഇതിനിടയിൽ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുന്ന കുറെ ആളുകളുണ്ട്. അതൊരിക്കലും കാണാതെ പോകാൻ പാടില്ല. പാട്ട് പാടുന്ന ആളുകൾക്കെതിരെയൊക്കെ സംസാരിക്കാൻ വേണ്ടി ഒരു അവസരം കിട്ടിയതുപോലെ ഉറഞ്ഞു തുള്ളുന്ന കുറെ ആളുകളെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അത് ആ വിഷയത്തെക്കുറിച്ച് പറയേണ്ടത് ആധികാരികതയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആ വിഷയം വിടുക. ഈ സോഷ്യൽ മീഡിയയിൽ വിമർശിക്കുന്ന ആളുകളൊക്കെ ഒന്ന് നെഞ്ചത്ത് കൈവച്ചൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. തെറ്റിന് ആർക്ക മനുഷ്യന്മാർ മാക്സിമങ്ങളോടെ പ്രസംഗത്തിൽ തെറ്റുപറ്റാറില്ലേ, അല്ലെങ്കിൽ സംഘാടനത്തിൽ തെറ്റുപറ്റാറില്ലേ? എന്തൊക്കെ വിഷയത്തിൽ ഇതിപ്പോ വേദിയിൽ പരസ്യമായിട്ട് പാടിയതുകൊണ്ട് അത് അറിയുന്നു, പരസ്യമായിട്ട് പാടിയ പരസ്യമായിട്ട് തിരുത്തുന്ന അത് എവിടെ പറഞ്ഞത്? അങ്ങനെ ഒരാൾ പരസ്യമായിട്ട് തെറ്റുണ്ടാൽ ജനങ്ങളെ വഷളാക്കാൻ ആര് പറഞ്ഞതാ? എത്രയോ കുറഞ്ഞ ആളുകൾ മാത്രം കാണേണ്ട ഒരു പരിപാടിയായിരുന്നു ഇത്. ഇതിപ്പോ അവസാനം ഷെയർ ചെയ്തിട്ട് കുറെ റീച്ച് ഉണ്ടാക്കുക. എന്തൊരു കഷ്ടമാണിത്. നമ്മുടെയൊക്കെ മൊബൈലിലൂടെ ഓരോ ദിവസം ഇങ്ങനെ കലങ്ങി മറിഞ്ഞു പോകുന്ന ഓരോ വീഡിയോസ്, ഓരോ ഫോട്ടോസ് ഒരാഴ്ചത്തെ സ്ക്രീനിൽ ഇടാൻ പറഞ്ഞാൽ പണി കഴിയും. അത്ര മോശമാണ് നമ്മളെല്ലാവരും. എന്നിട്ടാണ് ഏതോ ഒരു കുട്ടി ഒരു അബദ്ധം